എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മേക്ക് പീസ് വിത്ത് റിയാലിറ്റി. അതായത് ജീവിതത്തിലെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അതിനെ ഉൾക്കൊള്ളുക, ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇതിന് ഇവിടെ പറയുന്ന ഒരു നല്ലൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ വലിയ ധൈര്യശാലികളാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഭയം ഉണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ, ചില ജീവികളെക്കുറിച്ച് നമുക്ക് ഓർക്കുമ്പോൾ തന്നെ ഒരു പേടിയുണ്ടാവും. ചിലപ്പോൾ അത് പാമ്പായിരിക്കാം, ചിലപ്പോൾ അത് പഴുതാരി ആയിരിക്കാം, ചിലപ്പോൾ ചിലന്തി ആയിരിക്കാം, ചിലപ്പോൾ തേളായിരിക്കാം. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ കണ്ടാൽ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ തന്നെ ഭയക്കുന്ന ചെറിയ ചെറിയ ചില പ്രാണികളുണ്ടാകാം. പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രാണികളെ എപ്പോഴെങ്കിലും നമ്മുടെ മുന്നിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അതിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും, അല്ലേ? ഒരുപക്ഷെ ആ പ്രാണികൾക്ക് അത്രയും ശക്തി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരുപക്ഷെ അവരെ കൊല്ലാനായിട്ട് സാധിച്ചെന്ന് വരാം. പക്ഷെ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ലോകത്ത് എങ്ങനെയാണോ ജീവിക്കാനുള്ള അവകാശമുള്ളത്, അതേപോലെ തന്നെ ആ പ്രാണികൾക്കും അല്ലെങ്കിൽ ആ ജീവികൾക്കും ശരിക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം അവരെ കൊല്ലാനായിട്ട് നമുക്ക് യാതൊരു അധികാരമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രാണികളെ കൊല്ലാൻ പാടില്ല എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. ഇതേപോലെ തന്നെ ഈ ചെറിയ ജീവികളെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഒരു പക്ഷേ ശത്രുക്കളുണ്ടാകാം. ശത്രുക്കൾ എന്ന് പറയുന്നത് ഒരുപക്ഷേ ഒരു വ്യക്തിയായിരിക്കാം, ഒരു സാഹചര്യമായിരിക്കാം, എന്തുമായിരിക്കാം. നമുക്കിഷ്ടമല്ലാത്ത, നമുക്ക് ദോഷമാണെന്ന് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ ആ കാര്യങ്ങളെ നമ്മൾ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നതിന് പകരം അവയെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട്, എന്ന് വെച്ചാൽ അവരില്ലാതെ പറ്റില്ല, അവരെന്തായാലും ഉണ്ടാകും, ഈ ലോകത്ത് അവരെന്തായാലും ആ സാഹചര്യം അല്ല വ്യക്തി ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കി അതിനെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക, അതിന് വേണ്ട പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ആ ഒരാളെ കാണുമ്പോൾ പേടിക്കുകയോ അല്ലെങ്കിൽ അവരില്ലാതാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവർ ജീവിച്ചോട്ടെ, നമ്മളെപ്പോലെ തന്നെ അവരും ജീവിച്ചോട്ടെ. ഒരുപക്ഷെ അവരും നമ്മളെ കാണുന്നത് അവരുടെ ശത്രുവായിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവർക്കും വേണമെങ്കിൽ നമ്മളെ ഇല്ലാതാക്കിക്കൂടെ? പക്ഷേ നമ്മൾ ഇപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കാൻ ഒരുപക്ഷെ നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കഴിവിനപ്പുറത്തുള്ള ഒരു കാര്യമായിരിക്കാം. നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതിന് പകരം അതിനെങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് വരാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് ജീവിതത്തിൽ മുന്നോട്ട് വരിക എന്നുള്ളൊരു പോയിന്റാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ അവരവരുടെ ഭയം എന്താണോ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തരണം ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ദിവസം നേരുന്നു.